കിടപ്പുമുറിയാണോ നിങ്ങളുടെ വീടിന്റെ കന്നിമൂല ഭാഗത്ത്? കന്നിമൂല മുറിയിൽ ശ്രദ്ധിക്കേണ്ടതായ 8 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. വീടിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗമായ കന്നിമൂലയിൽ മറ്റ് എന്തിനേക്കാളും ബെഡ്റൂം വരുന്നതാണ് നല്ലത്. തെക്കു പടിഞ്ഞാറ് വരുന്ന ഈ മുറി മറ്റ് മുറികളെക്കാളും അടുക്കളയേക്കാളും വലുതായിരിക്കണം. അതാണ് വാസ്തുപരമായി ഏറ്റവും ഐശ്വര്യം നൽകുന്നത്. 2. കന്നിമൂലയിലെ ഈ മുറി ഏറ്റവും സ്വാധീനിക്കുന്നത് ദമ്പതികളെയാണ്. അവരിൽ എന്നും സ്നേഹവും പരസ്പര വിശ്വാസവും നിറഞ്ഞു നിൽക്കും. എല്ലാ സാഹചര്യത്തിലും പരസ്പരം തുണയാകാൻ ഈ മുറിയിൽ കിടക്കുന്നതുകൊണ്ട് സാധിക്കും. അതായത് കലഹമോ അസ്വസ്ഥതയോ അനൈക്യമോ ഉണ്ടാകാതെ കന്നിമൂല മുറി ദമ്പതികളെ അനുഗ്രഹിക്കും. കുട്ടികൾക്കും സിംഗിൾസിനും ഈ മുറി അത്ര യോജിക്കില്ല. പഠിക്കുന്ന കുട്ടികൾക്ക് വടക്കു പടിഞ്ഞാറോ പടിഞ്ഞാറ് ദിക്കിലോ മുറി ഒരുക്കാം. ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വടക്കേ ദിക്കിലെ മുറിയിൽ കിടക്കുന്നത് ആഗ്രഹിച്ച ജോലി ലഭിക്കാനും ജോലിയിൽ ഉയർച്ച ലഭിക്കാനും സഹായിക്കും. 3. ഉറങ്ങാൻ കിടക്കുമ്പോൾ തല വെക്കേണ്ട ദിശ വളരെ പ്രധാനമാണ്. കന്നിമൂല മുറിയിൽ കിടക്കുമ്പോൾ തല തെക്ക് വെച്ച് കിടക്കുന്നതാണ് ഏറ്റവും ഗുണകരം. ഒരു കാരണവശാലും വടക്കോട്ട് തല വെച്ച് എവിടെയും കിടക്കരുത്, പ്രത്യേകിച്ച് കന്നിമൂല മുറിയിൽ. ഇത് ദുസ്വപ്നങ്ങൾ കാണുകയും പേടിക്കുകയും ഉറക്കം അസ്വസ്ഥമാക്കുകയും ചെയ്യും. തെക്ക് തല വെക്കുന്നത് മരണശേഷമല്ലേ എന്ന് സംശയം വന്നേക്കാം. എന്നാൽ അങ്ങനെയൊന്നും പേടിക്കേണ്ടതില്ല. നിങ്ങൾ ഒരു ദിവസം ഒന്ന് തെക്ക് തല വെച്ച് പരീക്ഷിച്ച് നോക്കിയാൽ തന്നെ അതിന്റെ ഗുണം അറിയാനായിട്ട് സാധിക്കും. 4. വൃത്തിയുടെ കാര്യം എടുത്തു പറയേണ്ടതാണ് കന്നിമൂല ഭാഗത്ത്. വീടിനകത്തായാലും പുറത്തായാലും മറ്റ് ഭാഗങ്ങളെക്കാൾ കന്നിമൂല വൃത്തിയായി സൂക്ഷിക്കണം. മുറികളിൽ മുടിയോ മറ്റോ അശ്രദ്ധമായി ഇട്ടിരിക്കുന്നത് പോലും അശുഭമാണ്. ഓരോന്നും അതിൻ്റെതായ സ്ഥാനത്ത് വൃത്തിയായി വെക്കുക. പഴയതോ ആവശ്യമില്ലാത്തതുമായ തുണികളോ മറ്റോ വലിച്ചിടരുത്. പ്രത്യേകിച്ചും തറകൾ ഏറ്റവും വൃത്തിയായി നോക്കേണ്ടതാണ്. 5. വിലപിടിപ്പുള്ളവ സൂക്ഷിക്കാൻ ഏറ്റവും അനുയോജ്യം കന്നിമൂല മുറിയുടെ കന്നിമൂല ഭാഗമാണ്. ഇവിടെ സൂക്ഷിച്ചാൽ അത് കാലങ്ങളോളം നിലനിൽക്കും. പണമോ സ്വർണമോ സൂക്ഷിച്ചാൽ അനാവശ്യ ചിലവ് ഉണ്ടാകില്ല. അലമാര തെക്കു പടിഞ്ഞാറ് കോണിൽ നിന്ന് വടക്കോട്ടോ കിഴക്കോട്ടോ നോക്കിയിരിക്കണം. വടക്ക് നോക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം. മാത്രവുമല്ല, ഇത്തരത്തിൽ ആസ്തികൾ സൂക്ഷിക്കുന്ന അലമാര കണ്ണാടി ഇല്ലാത്തതാവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 6. ഈ മുറിയുടെ ഡോറ് മുറിയുടെ വടക്ക് കിഴക്ക് കോണിന്റെ വടക്കോ കിഴക്കോ ഭാഗത്ത് ആകുന്നതാണ് ഏറ്റവും നല്ലത്. 7. കട്ടിലിടുമ്പോൾ മുറിയുടെ ഡോറിന് കുറുകെയോ മുഖം നോക്കുന്ന കണ്ണാടിക്ക് കുറുകെയോ വരരുത്. കണ്ണാടിക്ക് കുറുകെ കട്ടിൽ വരികയും പ്രതിബിംബം കണ്ണാടിയിൽ പതിക്കുകയും ആയാൽ രോഗങ്ങളാൽ വലയും. ഡോറിന് കുറുകെ കട്ടിൽ വന്നാൽ കലഹം അവിടെ പതിവാകും. 8. കന്നിമൂല ഭാഗത്ത് അടുക്കള, അടുപ്പ്, ബാത്റൂം, ടോയ്ലറ്റ് എന്നിവ വീടിനകത്തോ പുറത്തോ വരരുത്. സ്റ്റെയർകേസ് കൊടുക്കുമ്പോൾ കന്നിമൂല ഭാഗം ഒഴിവാക്കി തെക്കോട്ട് നീങ്ങി കൊടുക്കാം. മുകൾ നിലയിൽ മുറി പണിയുമ്പോൾ കന്നിമൂല ഭാഗം താഴ്ന്നു പോകാതെയും ഭാരം കുറയാതെയും നോക്കണം. കന്നിമൂല ഭാഗത്തെ മുറികൾക്ക് ഇളം നിറങ്ങളാണ് ഏറ്റവും അനുയോജ്യം. ഇത്തരത്തിൽ ഈ 8 കാര്യങ്ങൾ ശ്രദ്ധിച്ച് ശരിയായ സ്ഥാനത്ത് ഓരോന്നും ക്രമീകരിച്ചാൽ കന്നിമൂല മുറി കുടുംബത്തിൽ സാമ്പത്തിക സ്ഥിരത കൊണ്ടുവരും. പറഞ്ഞ ഈ 8 കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള വിശ്വാസ സംബന്ധമായ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.